ബെയറിംഗ് പോയിട്ടുണ്ട്, നല്ല ഷേക്കുണ്ട്. അപ്പോൾ ഈ ബെയറിംഗ് മാറ്റുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ 4 സ്ക്രൂ അഴിക്കുമ്പോഴത്തേക്കും ബെയറിംഗ് ഹോൾഡറോടുകൂടെ തന്നെ ഈ പീസ് ഇളകി വരും. നല്ല ഷേക്കുണ്ട് ഇതിൽ. ഇതിനകത്ത് കീ വരുന്നത് കൊണ്ട് താഴേക്ക് പ്രസ് ചെയ്ത് ഇറക്കാൻ പറ്റില്ല. പ്രസ് ചെയ്ത് ഇറക്കുന്നത് സേഫ്റ്റി അല്ല. കീ വരുന്നത് കൊണ്ട് ഇത് മൊത്തത്തിൽ വെച്ചിട്ട് താഴേക്ക് ഷാഫ്റ്റ് പ്രസ് ചെയ്ത് ഇറക്കാൻ പറ്റില്ല. കാര്യം ഈ കീ ബെയറിങ്ങിൽ ടൈറ്റാണ്. കീ ഉള്ളതുകൊണ്ട് താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കീ ബെയറിങ്ങിൽ ടൈറ്റായി കീ ഡാമേജ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഗിയറിന് ആദ്യം ഇതുപോലെ പുള്ള് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബെയറിങ്ങിൽ നിന്ന് ഊരിപ്പോവും. അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ്, ഈ 3 സ്ക്രൂ വെച്ച് ഉറപ്പിച്ചിരിക്കുന്ന ഈ പ്ലേറ്റ് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ബെയറിംഗ് ഉൾപ്പെടെ ഇളക്കിയെടുക്കാൻ പറ്റും. ഈ റിങ്ങിലുള്ള സ്പോഞ്ച് ഇതിനകത്ത് ഞാൻ വിട്ടുപോരുത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് ഇട്ടിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ ആ സ്പോഞ്ച് ഇട്ടിരിക്കുന്നത് ഇതിനകത്തൂടെ പൊടി ഇതിനുള്ളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പോഞ്ച് ഇതിനുള്ളിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വിട്ടുപോകരുത്. ഈ പ്ലേറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യാം. ഗിയർ ഇതിലിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കീ ഈ സ്ലോട്ടിൽ നിന്ന് ചാടിപ്പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അത് തട്ടി ഇറക്കുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ പവർ ടൂൾസിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോട്ടോർ വെൻഡിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ AJ ഇലക്ട്രിക്സ് എന്ന ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം.